സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? ദൈവത്തിൻ്റെ കൃപയിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? ദിവസം തോറും ഈ പ്രോഗ്രാമുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് അനേക വിഷയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്മൂലമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്കുള്ളതായ ചോദ്യങ്ങൾക്കും അതുപോലെയുള്ള സംശയങ്ങൾക്കും മറുപടി ലഭിക്കുന്നുണ്ടോ? നോക്കൂ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതുപോലെ പലതിനെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചുള്ളതായ സകല സംശയങ്ങൾക്കും ശരിയായ മറുപടികൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം യേശുക്രിസ്തു നരനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചിട്ട് സകല കഷ്ടതകളും അനുഭവിച്ച് ആ കഷ്ടതകളിൽ നിന്ന് എങ്ങനെയാണ് വെളിയിൽ വരുവാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു മാതൃകയും വച്ചിട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ വചനം നാം വിശ്വാസത്തോടെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. അപ്പോൾ ഈ ദിവസം വിവാഹത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചുമൊക്കെ മനുഷ്യർക്കുണ്ടായിരിക്കുന്നതായ സംശയങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതായ ഉപദേശം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു. യോർദാനക്കരെ യഹൂദാദേശത്തിന്റെ അതിരോളം ചെന്ന് വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. കുടുംബം ദൈവം സൃഷ്ടിച്ചതാണ്, അല്ലാതെ മനുഷ്യന്റെ നിർമ്മാണമല്ല. പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചു. അവർ രണ്ടുപേരും ഏക ശരീരമായിരിക്കേണ്ടതിന് വിവാഹ ബന്ധത്തിൽ കൂടി അവരെ ഒരുമിപ്പിച്ചു. വിവാഹ ജീവിതത്തിൽ കൂടി അവർക്ക് സന്താനാഭിവൃദ്ധി പ്രാപിച്ച് ഭൂലോകം മുഴുവനും നിറയുന്നതിന് തലമുറ തലമുറയായി മാനവജാതി വർദ്ധിച്ചു വരേണ്ടതിനു വേണ്ടി ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കാനിടയായി. കുടുംബ വ്യവസ്ഥ വളരെ വിലയേറിയതാണ്. കുടുംബത്തെക്കുറിച്ച് യേശുക്രിസ്തു എന്താണ് പറയുന്നതെന്ന് നോക്കുക. ഏതെങ്കിലും കാരണത്താൽ ഒരു വ്യക്തിക്ക് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചതായ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞതായ ഉത്തരം എന്താണ്? സൃഷ്ടിച്ച ദൈവം ആദ്യം മുതൽ തന്നെ അവരെ പുരുഷനായും സ്ത്രീയായും സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ രണ്ടുപേരും ഒരു ദേഹമായി തീരും എന്നും ദൈവം യോജിപ്പിച്ചവരെ മനുഷ്യൻ വേർപിരിക്കുവാൻ പാടില്ല എന്നും അവൻ പറഞ്ഞു. വിവാഹസമയത്ത് ഭാര്യയും ഭർത്താവും കൂടി പരസ്പരം ഒരു തീരുമാനമെടുക്കുവാനിടയാകും, നിബന്ധന ചെയ്യാനിടയാകും. മരണം വരെയും ഒരുമിച്ച് ജീവിക്കുമെന്നും ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുമെന്നും പരസ്പരം ഐക്യതയോടുകൂടി തന്നെ ജീവിക്കുമെന്നും കഷ്ടതയിലും സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ചായിരിക്കുമെന്നും സുഖത്തിലും ദുഃഖത്തിലും ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും പരസ്പരം ഉപേക്ഷിക്കാതെ തന്നെ നിൽക്കുമെന്നും വാഗ്ദത്തം കൊടുത്തു. എന്നാൽ ഈ കാലത്ത് ചെറിയ ചെറിയ വിഷയങ്ങളിൽ അനേകം കുടുംബങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാളെ വിവാഹം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അതുപോലെ ഈ കാലത്ത് സ്ത്രീകളും പുരുഷനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുവിനെ വിവാഹം കഴിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് ഒരു രീതിയിലും ശരിയായ കാര്യമല്ലെന്ന് യേശുക്രിസ്തു പറയുന്നു. വിവാഹ ബന്ധം എന്നത് വളരെ പവിത്രമായിരിക്കുന്നതായ ബന്ധമാണ്. അതവരുടെ ശരീരത്തിലും അവരുടെ മനസ്സിലും അവർക്കുണ്ടാകുന്നതായ മക്കളിലുമെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്.
നിന്റെ ഇഷ്ടമനുസരിച്ച് വിവാഹബന്ധം വേർപെടുത്തുവാൻ നിനക്ക് കഴിയില്ല. നിന്റെ ശരീരം ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതായ ആലയമാണ്. അതിൽ നിന്റെ ഭർത്താവിനോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയ്ക്കോ മാത്രമേ അവകാശമുള്ളൂ. പരപുരുഷനോടോ പരസ്ത്രീയുമായിട്ടോ നിന്റെ ശരീരം നീ പങ്കുവെക്കുകയാണ് എങ്കിൽ അത് നീ വ്യഭിചാരം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ ഇന്ന് കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്തുചാടി വിവാഹം കഴിക്കുന്നുണ്ട്. അതുപോലെ എടുത്തുചാടി വേർപെടുത്തുകയും ചെയ്യുന്നു. ഒരു തവണ നിങ്ങൾ യോജിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വിവാഹ ബന്ധം മരണം വരെയും തുടരേണ്ടതാണെന്നും മനുഷ്യർ വേർപിരിക്കുവാൻ പാടില്ല എന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ ഈ കാലത്ത് എത്രയോ കുടുംബങ്ങൾ ഛിന്നഭിന്നമായി പോകുന്നു. ഭാര്യയും ഭർത്താവും ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കിക്കൊണ്ട്, പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, ഒരാൾക്കു വേണ്ടി മറ്റൊരാൾ സമർപ്പണത്തോടെ ജീവിക്കുന്ന കാലത്ത് മാത്രമേ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. നിങ്ങളിപ്പോൾ വിവാഹം കഴിഞ്ഞിരിക്കുന്നതായ വ്യക്തികളാണെങ്കിൽ നിന്റെ ഭാര്യയെയോ നിന്റെ ഭർത്താവിനെയോ ഉപേക്ഷിക്കുവാൻ യാതൊരുവിധമായ അനുവാദവും നിനക്കില്ല. അതെന്താണ് അങ്ങനെ പറയുന്നത്? വിവാഹം വേർപിരിക്കാമല്ലോ, മറ്റൊരു വിവാഹം കഴിക്കാവുന്നതാണല്ലോ, ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതേ ചോദ്യം തന്നെ ആ കാലത്തുണ്ടായിരുന്നതായ മനുഷ്യർ യേശുവിനോടും ചോദിച്ചു. വിവാഹമോചനം പാടില്ല എന്ന് കർത്താവ് പറഞ്ഞ സമയത്ത് അങ്ങനെയാണെങ്കിൽ മോശ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് വിവാഹബന്ധം മോചിപ്പിക്കുവാൻ കഴിയുമെന്ന് കൽപ്പിച്ചല്ലോ എന്ന് ചോദിക്കുന്നു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കുവാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഉപേക്ഷണപത്രം കൊടുത്തിട്ട് വിവാഹമോചനം നടത്താൻ കഴിയുമെന്നത് മനുഷ്യന്റെ ഹൃദയകാഠിന്യം നിമിത്തം കൊടുത്ത നിയമമാണെന്ന് പറഞ്ഞു. അത് ആദ്യം മുതൽ ഉള്ളതായ കാര്യമല്ല. ദൈവം മനുഷ്യർക്ക് കൊടുത്ത നിയമമല്ല. അത് മനുഷ്യരുടെ കാഠിന്യം നിമിത്തം വന്നതാണ് എന്ന് യേശുക്രിസ്തു പറയുകയാണ്. ഒരുപക്ഷെ കോടതിയിലുള്ള ആളുകൾ നിങ്ങൾക്ക് ഉപേക്ഷണപത്രം നൽകിയേക്കാം, എന്നാൽ അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരിക്കലും അംഗീകാരം ഉള്ളതായ വിഷയം അല്ല. എന്നാൽ ഒരു ഭർത്താവിനോടൊപ്പം നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ, നിന്റെ ഭാര്യയോടൊപ്പം നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ, ബന്ധം വേർപെടുത്തി മറ്റൊരു വിവാഹം കഴിച്ചാൽ ആ വിവാഹബന്ധം വിജയകരമായി തീരുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? വരുവാനുള്ളതായ ആ വ്യക്തി ഇപ്പോൾ നീ വിവാഹം കഴിച്ചിരിക്കുന്നതായ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുമെന്ന് എങ്ങനെ പറയുവാൻ കഴിയും? മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചു പോയിരിക്കുന്നുവല്ലോ. കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ കാരണം ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയുടെ മനസ്ഥിതി ആകുന്നുവല്ലോ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആൾ, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്തവർ, തങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാത്ത ആളുകൾ, ലോകത്തിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു പോകുന്നതായ ആളുകൾ എല്ലാം ഒരേ അവസ്ഥയിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം ബന്ധം വേർപെടുത്തണം, മറ്റൊരു വിവാഹം കഴിക്കണം എന്നുള്ള ചിന്തകൾക്ക് അവസാനമിടുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭർത്താവിനോടൊപ്പം എനിക്ക് ജീവിച്ചു പോകാൻ കഴിയുന്നില്ല, ഈ ഭാര്യയോടൊപ്പം കുടുംബജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല, ദിവസം തോറും കുടുംബജീവിതം നരകതുല്യമായി മാറുന്നു, ജീവിതത്തിൽ ഒരുപാട് വേദനയും ദുഃഖവും നിരാശയുമാണുള്ളത് എന്ന് പറയുന്നുവോ? നോക്കുക, നിന്റെ കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് ഒരുപാട് മാർഗങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഓരോ ഭാര്യയും തൻ്റെ ഭർത്താവിന് കീഴ്പ്പെടണം. ഓരോ ഭർത്താവും തൻ്റെ സ്വന്തം ശരീരം പോലെ തന്നെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഈ ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുവാനിടയാകും. നിങ്ങളുടെ മധ്യയിൽ വലിയ സമാധാനം ഉണ്ടാകാനിടയാകും. എന്താണത്? നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കേണ്ടതാണ്. നാം നമ്മുടെ ശരീരത്തെ തീർച്ചയായും സ്നേഹിക്കുവാനിടയാകും. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നിറവേറ്റുവാൻ ശ്രമിക്കും. നമ്മൾക്ക് രോഗം വന്നാലോ ബലഹീനത വന്നാലോ അതിൽ നിന്നും വേഗത്തിൽ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കും. നമ്മെക്കുറിച്ച് നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കാം. നമ്മോട് തന്നെ നാം ഒരുപാട് തവണ ക്ഷമിക്കുവാനുമിടയാകും. ഞാൻ തെറ്റ് ചെയ്താൽ സാരമില്ല എന്ന രീതിയിൽ ചിന്തിക്കാനുമിടയാകും. അതുപോലെ തന്നെ നിന്റെ ഭാര്യയോട് നീ കരുണ കാണിക്കുക, അവളെ സ്നേഹിക്കുക, ദയ കാണിക്കുക. നിന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്റെ ഭാര്യയെ നീ ആശ്വസിപ്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. അപ്പോൾ സ്ത്രീകൾ,
തൻ്റെ ഭർത്താവിന് കീഴ്പ്പെടണം. എന്നാൽ എന്തുകൊണ്ടോ കീഴ്പ്പെടുക എന്നത് ഒരു താഴ്ന്ന സ്വഭാവമാണെന്നും ഒരു ബലഹീനതയാണെന്നും പലരും ചിന്തിക്കുന്നു. അനുസരണം ശ്രേഷ്ഠമാകുന്നു. അനുസരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതൊരു ഉന്നതമായ സ്വഭാവമാണ്. അനുസരണ ഒരിക്കലും കഴിവില്ലായ്മയല്ല. ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുന്ന സമയത്ത്, ഒരു വ്യക്തിയെ നാം ബഹുമാനിക്കുന്ന സമയത്ത്, ഒരു വ്യക്തിക്ക് നാം വില കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിയെ നാം അനുസരിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നാം അനുസരിക്കുമല്ലോ. വിവാഹം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിലുണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ശരീര ആകർഷണത്തിൽ കൂടി വരുന്നതായ സ്നേഹമല്ല, ഇന്നത്തെ ലോകത്തിൽ കാണുന്ന തരത്തിലുള്ളതായ സ്നേഹവുമല്ല. അത് നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ സ്നേഹമാണ്. അത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കാണിച്ചു തന്നതായ സ്നേഹമാണ്. ബൈബിൾ ഉപദേശിക്കുന്നതായ സ്നേഹമാണ്. ആ സ്നേഹം ഉതിർന്നു പോവുകയില്ല. അത് അനീതിയിൽ സന്തോഷിക്കാതെ നീതിയിൽ സന്തോഷിക്കും. അത് സകലതും ക്ഷമിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, എല്ലാത്തിനെയും പ്രത്യാശിക്കുന്നു, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, മറ്റുള്ളവരുടെ നന്മയാണ് അത് ആഗ്രഹിക്കുന്നത്, ത്യാഗം സഹിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്നേഹം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് എത്ര ദുഷ്ടനായ വ്യക്തിയാണെങ്കിലും, ഭാര്യ എത്ര ദുഷ്ടയായ സ്ത്രീയാണെങ്കിലും, നിന്റെ കുടുംബജീവിതത്തെ പണിയുവാനും നേരെയാക്കുവാനുമുള്ളതായ കൃപ ദൈവം നിങ്ങൾക്ക് നൽകും. അപ്പോൾ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹവും അനുസരണവുമാണ്. എപ്പോഴാണോ ഈ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര വലിയ പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനിടയാകും. നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കുന്ന സമയം പരപുരുഷനോട് നിനക്ക് എങ്ങനെയാണ് ആഗ്രഹമുണ്ടാകുന്നത്? നിന്റെ ഭാര്യയെ യഥാർത്ഥമായി നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അന്യസ്ത്രീകളെ നീ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ ഇടയിൽ യഥാർത്ഥമായ സ്നേഹം നഷ്ടപ്പെടുന്ന സമയത്ത് മൂന്നാമതാരെങ്കിലും നിങ്ങളുടെ ഇടയിൽ കയറിക്കൊള്ളുവാൻ ഇടയാകും. അതുകൊണ്ട് നിങ്ങൾ ഒരേ മനസ്സുള്ളവരായിട്ട് ജീവിക്കുവാൻ ശ്രമിക്കുക. ദേവദാസൻ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്, ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമായിരിക്കും. വീണ്ടും നിങ്ങൾ ശ്രമിക്കുക. ഒരു കാര്യം മാത്രം ഓർക്കണം, നിന്നെപ്പോലെ തന്നെ നിന്റെ ഭാര്യ ആയിരിക്കണമെന്നും നിന്നെപ്പോലെ തന്നെ നിന്റെ ഭർത്താവായിരിക്കണമെന്നും ഒരിക്കലും ചിന്തിക്കരുത്. ശ്രദ്ധിക്കുക, നീ പുരുഷനും അവൾ സ്ത്രീയുമാണ്. ബാഹ്യ രൂപത്തിൽ തന്നെ വലിയ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അവരുടെ ചിന്തകളും അവരുടെ ആലോചനകളും തീരുമാനങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം വ്യത്യസ്തമായിരിക്കും. ആശകളും ഇഷ്ടങ്ങളുമൊക്കെ വേറെ വേറെ ആയിരിക്കും. അതുമാത്രമല്ല, നീ ഒരു തരത്തിലുള്ള കുടുംബ സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ്, അവളും അതുപോലെ മറ്റൊരു സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിയാണ്. കുടുംബത്തിൻ്റെ സാഹചര്യം മാറുമ്പോൾ അതനുസരിച്ച് അവരിലും മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല എൻ്റെ ഭാര്യ ആയിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കിവിടെ ഉപേക്ഷിച്ച് കളയണമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഭർത്താവാകുന്നില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നതും ശരിയല്ല. നിങ്ങൾ ഇരുവരും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുവാൻ ശീലിക്കണം. നിന്റെ അഭിരുചികൾ നിന്റെ ഭാര്യയെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നീ അവളുടെ അഭിരുചികളും ഇഷ്ടപ്പെടുവാൻ ശ്രമിക്കേണ്ടതല്ലേ? അപ്പോൾ മാത്രമേ ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകൂ. നോക്കുക, പുരുഷൻ തന്റെ അമ്മയെയും അപ്പനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരാനിടയാകും. അവർ ഇരുവരും ഏക ശരീരമായി തീരും. ശ്രദ്ധിക്കുക, അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഭാര്യാഭർത്തൃ ബന്ധത്തെ ഏക ശരീരത്തോട് ദൈവം താരതമ്യം ചെയ്തു. നമ്മുടെ ശരീരത്തിലെ അനേകം അവയവങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ളതാണ്. എന്നാൽ ഈ അവയവങ്ങൾ എല്ലാം തന്നെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് 2 കൈകളുണ്ട്. ഒരുപക്ഷെ ഒരു കൈക്ക് ഏതെങ്കിലും രീതിയിൽ പരിക്ക് പറ്റിയാൽ, ബലഹീനത പറ്റിയാൽ, അപ്പോൾ അടുത്ത കൈ എന്താണ് ചെയ്യുന്നത്? ആ കൈയെ ചേർത്ത് പിടിക്കാനിടയാകുമല്ലോ. ഉണ്ടായിരിക്കുന്ന പരിക്കുകളെല്ലാം മാറ്റാൻ ശ്രമിക്കുമല്ലോ. ആ കൈയോട് സഹകരിച്ചു നിൽക്കുമല്ലോ. അതിന് താങ്ങായിട്ട് നിൽക്കുമല്ലോ. ആ കൈയെ ബലപ്പെടുത്തുമല്ലോ. ആ കൈയെ ആശ്വസിപ്പിക്കുമല്ലോ. വിവാഹബന്ധവും അങ്ങനെയുള്ളതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ മത്സരമുണ്ടാകുവാൻ പാടില്ല. നിന്റെ ഭർത്താവ് ദുഃഖിച്ചാൽ നീ ആനന്ദിക്കുവാൻ പാടില്ല. നിന്റെ ഭാര്യയ്ക്ക് വേദന വന്നാൽ നീ സന്തോഷിക്കുവാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥ കുടുംബം അല്ല. എങ്ങനെയാണ് ഒരു കൈയോട് മറ്റൊരു കൈ ചേർന്ന് നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? എങ്ങനെ താങ്ങായിട്ട് നിൽക്കുന്നു? എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? അതുപോലെ തന്നെ നിന്റെ ഭാര്യ ബലഹീനയാണെങ്കിൽ അവളെ നീ ആശ്വസിപ്പിക്കണം. നീ അവളെ ബലപ്പെടുത്തണം. അവളോടൊപ്പം ചേർന്ന് പണി ചെയ്യണം. നോക്കൂ, നമുക്ക് 2 കണ്ണുകളുണ്ട്. എന്നാൽ
നമ്മുടെ 2 കണ്ണുകളും ചേർന്ന് ഒരു ദൃശ്യമായിരിക്കും കാണുന്നത്. പരിശ്രമിച്ചു നോക്കൂ. ഒരു കണ്ണുകൊണ്ട് ഒരു സ്ഥലത്തേക്കും മറ്റൊരു കണ്ണുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്കും നോക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കൂ. അത് നിങ്ങൾക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും ഏകദൃഷ്ടിയുള്ളവരായിരിക്കണം. ഇരുവരുടെയും ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയായിരിക്കണം. ഭർത്താവ് ഒന്ന് ലക്ഷ്യം വയ്ക്കുകയും ഭാര്യ മറ്റൊന്ന് ലക്ഷ്യം വയ്ക്കുകയും ചെയ്താൽ 2 കണ്ണുകൾ 2 ദൃശ്യങ്ങൾ കാണുവാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം പ്രതികൂലങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ കുടുംബ ജീവിതത്തിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നു. 2 കണ്ണുകൊണ്ട് 2 ദൃശ്യങ്ങൾ കാണുവാൻ ശ്രമിക്കുന്നതിന് ഒന്നും കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ കാലത്ത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ഐക്യതയോടുകൂടി തന്നെ ആയിരിക്കുക. ഒരേ അഭിപ്രായമുള്ളവരായിരിക്കുക. ഒരേ കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങളുടെ യാത്രയുടെ കാര്യത്തിൽ, വസ്തുവും വാഹനവും വാങ്ങിക്കുന്നതിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, നിങ്ങൾ എടുക്കേണ്ടതായ എല്ലാ തീരുമാനങ്ങളുടെ കാര്യങ്ങളിലും ഒരേ അഭിപ്രായമുള്ളവരായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും, അഭിവൃദ്ധി പ്രാപിക്കും. ഭാര്യയും ഭർത്താവും ഏക ശരീരമായിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ കൈകളും കാലുകളും നിങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു കാലം മറ്റൊരു കാലുമായിട്ട് സഹകരിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി ചുവടുകൾ വയ്ക്കുന്നു. അതുപോലെ ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും നടക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും പറയുക. എന്നാൽ ഇന്ന് അനേകം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ കുടുംബം പണിയപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടി ഒന്നു തന്നെയായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ജോലികൾ ചെയ്യണം. ഒരുമിച്ച് നിങ്ങൾ നടക്കണം. ഒരുമിച്ച് കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം. ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ ഓരോരുത്തരുടെ തീരുമാനങ്ങൾ അവർ ചെയ്ത് പോവുകയാണെങ്കിൽ, ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്ത് മുൻപോട്ട് പോയാൽ അത് എങ്ങനെ കുടുംബമാകും? ഈ ലോകത്ത് ഓരോ പുരുഷനും സ്വന്തമായിട്ട് ഭാര്യ ഉണ്ടാകണമെന്നും ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണമെന്നും ദൈവത്തിന്റെ വചനം നിഷ്കർഷിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധം മരണം വരെയും നിലനിൽക്കുന്നതാണത്. നീ ഒരു ഹോസ്റ്റലിൽ താമസിച്ചാൽ അത് കുറേ കാലത്തേക്കായിരിക്കും. നീ ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അത് കുറേ വർഷങ്ങൾക്ക് മാത്രമായിരിക്കും. അതുപോലെ നിന്റെ കുടുംബത്തിൽ മാതാപിതാക്കളോടൊപ്പം നിന്റെ വിവാഹം കഴിയുന്നതുവരെ ആയിരിക്കും നീ താമസിക്കുന്നത്. എന്നാൽ ഭാര്യയും ഭർത്താവും മരണം വരെയും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. എത്ര മക്കളുണ്ട് എങ്കിലും അവർ മുതിർന്നു കഴിയുമ്പോൾ അവരുടെ വഴിക്ക് അവർ പോകാനിടയാകും. അവസാനം ബാക്കിയാവുന്നത് ആ ഭാര്യയും ഭർത്താവുമായിരിക്കും, ആ വൃദ്ധ ദമ്പതികളായിരിക്കും. അതുകൊണ്ട് കുടുംബജീവിതം വളരെ വിലയേറിയതാണ്. ഈ കാലത്ത് പലരും ഭാര്യയെ ഉപേക്ഷിക്കുവാനോ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുവാനോ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുവാനോ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ കാര്യപരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? സമാധാനത്തോടെ സന്തോഷത്തോടെ ആണോ? വൈ കാൻറ്റ് യു റീസ്റ്റാർട്ട്? ഈ ദിവസം മുതൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ പുതിയതാക്കി മാറ്റുക. നിങ്ങളിരുവരും ചേർന്നിരുന്ന് സംസാരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. ദേഷ്യം വന്നാൽ വഴക്കു പറയുക. പ്രശ്നമുണ്ടായാൽ പറഞ്ഞു തീർക്കുക. അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ അസമാധാനം കൊണ്ടുവന്നാൽ അതൊരിക്കലും നന്മയായിരിക്കുകയില്ല. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ക്ഷമിക്കുക, പരസ്പരം സഹിക്കുക. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജീവിക്കുക. അപ്പോൾ സ്വർഗീയ സന്തോഷം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. നോക്കുക, ഭാര്യാഭർത്താക്കന്മാരെ നിങ്ങളിൽ ഐക്യതയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം എന്തായിത്തീരും? ആ കൊച്ചു മനസ്സുകളിൽ എത്രമാത്രം ദുഃഖവും വേദനയും ഉണ്ടാകും. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം ലഭിക്കാതെ അവർ തളർന്നു പോകുവാനിടയാകും. അതുകൊണ്ടാണ് ഇന്ന് അനേകം കുടുംബത്തിലെ മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ രോഗഗ്രസ്തരായി മാറുന്നു. അവർ വഴിതെറ്റിപ്പോകുന്നു, അനുസരണം കെട്ടവരായിട്ട് മാറുന്നു. മാനവജാതി അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ലോകം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കുടുംബം ശരിയായിരിക്കണം. കുടുംബം ശരിയായിരിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും ശരിയായിരിക്കണം. നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ കുടുംബത്തിൽ മാത്രമല്ലാതെ സമൂഹത്തിലേക്കും ദേശത്തിലേക്കും രാജ്യത്തിലേക്കും നിന്റെ പ്രവൃത്തികൾ വളരേണ്ടതാണെന്ന് മനസ്സിലാക്കി നിന്റെ പ്രവൃത്തികളെ ക്രമീകരിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുവാൻ ഇടയാകും. എന്റെ ഭർത്താവ് പരസ്ത്രീ ബന്ധത്തിൽപ്പെട്ടിരിക്കുന്നു, ഭവനത്തിലേക്ക് വരുന്നില്ല, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരു സഹോദരി കത്തയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഭർത്താവ് പറയുന്നു, എന്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നു, ഞാൻ ചെന്ന് വിളിച്ചിട്ടും അവൾ എന്നോടൊപ്പം വരുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതായ വിഷയങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. കുടുംബങ്ങൾ എത്ര നീചമായ അവസ്ഥയിലേക്ക് പോകുന്നു, താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ലൈംഗിക വിശുദ്ധിയും
മനസാക്ഷിയും മനസ്സും ദൈവം മനുഷ്യർക്ക് മാത്രമാണ് കൊടുത്തത്. എന്നാൽ മനുഷ്യൻ മൃഗതുല്യനായിട്ട് ഈ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. വകതിരിവ് നഷ്ടപ്പെട്ടിട്ട്, കാമാസക്തിയാൽ നിറഞ്ഞിട്ട്, മൃഗതുല്യരായിട്ട്, ധാർമ്മികത നഷ്ടപ്പെട്ട് നീചമായ രീതിയിൽ മനുഷ്യൻ ജീവിച്ച് മുൻപോട്ട് പോയി ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നത് കാണുന്ന സമയത്ത് എത്ര താഴ്ന്ന നിലവാരത്തിലേക്കാണ് ഇന്നുള്ള മനുഷ്യന്റെ ജീവിതം മാറിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുവാനിടയാകും. സഹോദര, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. സഹോദരി, നിന്റെ കുടുംബം സ്വർഗത്തെ അനുസ്മരിക്കുന്നതാണ്. ഏതു വിഷയത്തിലാണ് നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായമുണ്ടായത്? എന്തുകൊണ്ടാണ് പരസ്പരം നിങ്ങൾ വെറുക്കുവാൻ തുടങ്ങിയത്? എന്തുകൊണ്ട് നിങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുതന്നെയായാലും അവയെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് മാറ്റിയെടുത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ യേശുക്രിസ്തു മതിയാകുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. യേശുവേ, സമാധാനമില്ലാതിരിക്കുന്ന എൻ്റെ കുടുംബത്തെ നോക്കണമേ, എൻ്റെ ഭർത്താവിനെ നോക്കണമേ, എൻ്റെ ഭാര്യയെ നോക്കണമേ, എൻ്റെ കുടുംബത്തെ നോക്കണമേ, മോശമായ രീതിയിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ മക്കളെ നോക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ യേശുവെ നീ പണിയണമേ എന്ന് നിങ്ങൾ ചെറിയൊരു പ്രാർത്ഥന ചെയ്താൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചെയ്യും. വിവാഹമോചനമെന്നത് ദൈവത്തിൻ്റെ ഹിതം അല്ല. വേർപിരിയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നുവെന്നും ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നുവെന്നും വ്യക്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് വ്യഭിചാരികളെയും വേശ്യകളെയും ദൈവം ന്യായം വിധിക്കുവാൻ ഇടയാകും. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ളതായ നരകത്തിൽ അവിടേക്ക് അധർമ്മം പ്രവർത്തിക്കുന്നവരും ദുർമാർഗികളും ദോഷം ചെയ്യുന്നവരും വ്യഭിചാരം ചെയ്യുന്നവരും ദുർനടപ്പുകാരെയുമെല്ലാം കർത്താവ് ആ അഗ്നി നരകത്തിലേക്ക് തള്ളിയിടും എന്ന് പറയുവാനിടയായി. അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കുവാൻ, ഒരു പുതിയ ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നിന്റെ കുടുംബം വേർപിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ, ബന്ധം വേർപെട്ടവരാണെങ്കിൽ ഭയപ്പെടേണ്ട. വേർപെട്ടവരെ കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്ന കർത്താവുണ്ട്. അവൻ മനസ്സലിയും. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ വ്യഭിചാര പാപം ചെയ്ത് നിന്റെ ശരീരത്തെ ഇപ്പോൾ തന്നെ നീ ഒരുപക്ഷെ നശിപ്പിച്ചിരിക്കാം. സാരമില്ല. നീ അനുതപിക്കുകയാണെങ്കിൽ, നിന്റെ പാപം ഏറ്റുപറയുകയാണെങ്കിൽ, കർത്താവ് തന്റെ രക്തത്താൽ നിന്നെ കഴുകി ശുദ്ധീകരിക്കുവാനും നിനക്കൊരു പുതിയ ജീവിതം നൽകുന്നതിനും ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ പരസ്പരം ക്ഷമിക്കുകയും രണ്ടുപേരും ഒരുമിച്ച് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നഷ്ടമായ സമാധാനവും സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരികെ നൽകുവാൻ യേശുക്രിസ്തു മതിയായ ദൈവമാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് പ്രാർത്ഥനയിലായിരിക്കുന്ന സകല വ്യക്തികളെ നീ ഇപ്പോൾ ദർശിക്കുമാറാകണമേ. വിവാഹബന്ധം എത്ര വിലയേറിയതാണെന്നും എത്ര പവിത്രമാണെന്നും അതെത്രത്തോളം സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ളതായിരിക്കണമെന്നും ഞങ്ങൾ ഓരോരുത്തരും ഗ്രഹിക്കേണ്ടതിനു വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ കാര്യപരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ സകല വ്യക്തികളുടെ മനസ്സിൽ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും അവരുടെ തെറ്റുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നിന്റെ പ്രവൃത്തി അവരുടെ മേൽ അയക്കുമാറാകണമേ. ഭാര്യയും ഭർത്താവും ദൂര സ്ഥലങ്ങളിലായിരുന്നിട്ട് ഈ പ്രോഗ്രാം കേൾക്കുന്നുവെങ്കിൽ ഈ സമയത്ത് അവർ പരസ്പരം സമാധാനത്തോടെ ആയിരിക്കുന്നതിന് വേണ്ടി നിന്റെ പ്രവൃത്തി അവരുടെ ഹൃദയത്തിൽ അയക്കണമേ. ഒരേ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള സമാധാനവും സന്തോഷവുമില്ലാതെ, ഐക്യതയില്ലാതെ കുടുംബത്തെ നഷ്ടപ്പെടുത്തുന്നതായ വിവാഹ ബന്ധം വേർപെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ഇപ്പോൾ തടയുമാറാകണമേ. അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാകണമേ. അത് തെറ്റാണെന്നും അത് ദൈവത്തിന്റെ ഹിതമല്ലെന്നും അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ അന്തരംഗത്തിൽ നീ പ്രവർത്തിക്കുമാറാകണമേ. തന്റെ ഭർത്താവിനോട് ക്ഷമിക്കാനുള്ള മനസ്സ്, തന്റെ ഭാര്യയോട് ക്ഷമ കാണിക്കുവാനുള്ളതായ മനസ്സ് ഈ കാര്യപരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സകല ഭാര്യ ഭർത്താക്കന്മാർക്കും നീ കൊടുക്കുമാറാകണമേ. ഏത് കുടുംബത്തിലാണോ ഐക്യതയും സ്നേഹവും നഷ്ടപ്പെട്ട് കലഹത്തിലായിരിക്കുന്നത് അവർക്ക് ഒരേ അഭിപ്രായം കൊടുക്കുവാൻ ഒരു മനസ്സ് നീ കൊടുക്കണമേ. മനുഷ്യന്റെ ജീവിതങ്ങളെ പണിയുവാൻ കഴിയുന്ന യേശു കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ചിന്ന ഭിന്നമായി പോകുന്ന കുടുംബങ്ങൾ, വേർപിരിയാൻ പോകുന്ന കുടുംബങ്ങൾ, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കൈകൾ പോലെ, ഒരുമിച്ച് നടക്കുന്ന കാലുകൾ പോലെ, ഒരുപോലെ കാണുന്ന കണ്ണുകൾ പോലെ, ഒരുമിച്ച് കേൾക്കുന്ന ചെവികൾ പോലെ, ഒരു മനസ്സോടുകൂടി ഒരേ അഭിപ്രായത്തോടുകൂടി
ഏകദൃഷ്ടി വെച്ച് ഏകമാർഗത്തിൽ നടക്കുവാനുള്ള ഐക്യത അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കുമാറാകണമേ. ഈ കാര്യപരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ സകലരുടെയും കുടുംബത്തിൽ ദൈവത്തിന്റെ ഐക്യത ഉണ്ടാകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ കാര്യപരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭിന്ന അഭിപ്രായമുണ്ടായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഏക അഭിപ്രായം നീ കൊടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അയക്കുമാറാകണമേ. പിശാച് കൊണ്ടുവരുന്ന സംശയങ്ങളിൽ നിന്ന് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും വിടുവിക്കുമാറാകണമേ. ഒരേ അഭിപ്രായത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരെ നീ സഹായിക്കണമേ. ഇതാ ഈ ദിവസം മുതൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു പുതുമ ഉണ്ടാകുന്നതിന് വേണ്ടി നിന്റെ അനുഗ്രഹത്തെ അവരുടെ മേൽ അയക്കുമാറാകണമേ അപ്പ. എല്ലാ കുടുംബങ്ങളും യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബങ്ങളായി മാറുന്നതിന് വേണ്ടി ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. അവർക്ക് കൃപ കൊടുക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ കുടുംബജീവിതം ബലപ്പെടണമെന്നുണ്ടെങ്കിൽ ചില സൂത്രങ്ങൾ പറയുകയാണ്, ശ്രദ്ധിക്കൂ. രണ്ടുപേരുടെയും ഇടയിൽ സ്നേഹത്തിന് ഒന്നാം സ്ഥാനമുണ്ടായിരിക്കണം. രണ്ടുപേരും പരസ്പരം പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഏതു സാഹചര്യത്തിന്റെ നടുവിലും ഐക്യതയോടുകൂടി തന്നെ നിൽക്കണം. പരസ്പരം മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും എടുത്തു പറയരുത്. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. തെറ്റുകൾ മറക്കുവാനും ക്ഷമിക്കുവാനും കഴിയണം. ഒരു തരത്തിലുള്ള ഈഗോയ്ക്കും അഹങ്കാരത്തിനും ഇടം കൊടുക്കാതെ സ്നേഹത്തോടുകൂടി തന്നെ ജീവിക്കണം. പ്രധാനമായും ത്യാഗം ചെയ്യുവാൻ പരിശ്രമിക്കണം. വീണ്ടും പറയട്ടെ, സ്നേഹത്തിന് നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിശ്വസിക്കുന്നവർ ആയിരിക്കണം. സാഹചര്യമനുസരിച്ച് മാറിമറിയാതെ ഒരേ മനസ്സോടുകൂടി ആയിരിക്കണം. ത്യാഗം ചെയ്യുവാനായി ശീലിക്കണം. ഒരാൾ മറ്റൊരാളുടെ ഒരു തരത്തിലുള്ള കോപമോ വിദ്വേഷമോ മനസ്സിൽ കാണിക്കാൻ പാടില്ല. സ്നേഹത്തോടുകൂടി ആയിരിക്കണം. ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഒരാളുടെ തെറ്റ് മറ്റൊരാൾ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണം. ഈ 7 വിദ്യകൾ പിന്തുടരുക. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ പിശാച് ഒരു തരത്തിലും നിങ്ങളുടെ കുടുംബത്തിൽ കടക്കുകയില്ല. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടും. അതുമാത്രമല്ല, നിങ്ങളുടെ കുടുംബം ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബത്തെ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വിവരങ്ങളും അറിയിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. യേശുക്രിസ്തു കുടുംബത്തെ പണിയുന്നവനാണ്. സന്തോഷവും സമാധാനവും നൽകുന്നവനാണ്. അവനിൽ വിശ്വാസമർപ്പിക്കൂ. അനുഗ്രഹിക്കപ്പെടും. ആനന്ദമുണ്ടാകും. മക്കളോടൊപ്പം, മക്കളുടെ മക്കളോടൊപ്പവും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ യേശുവേ